സെഫോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ്? ഇലക്ഷൻ. സെഫോളജി എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ്? ഇലക്ഷൻ. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാതോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാതോളജി. കൊങ്കിണി ഏത് ഭാഷാഗോത്രത്തിലെ ഭാഷയാണ്? ഇന്തോ ആര്യൻ. കൊങ്കിണി ഏത് ഭാഷാഗോത്രത്തിലെ ഭാഷയാണ്? ഇന്തോ ആര്യൻ. ഗുപ്തരാജസദസ്സിലെ ഭാഷ സംസ്കൃതം. ഗുപ്തരാജസദസ്സിലെ ഭാഷ സംസ്കൃതം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷ തെലുങ്ക്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷ തെലുങ്ക്. ഡോഗ്രി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം ജമ്മു കാശ്മീർ. ഡോഗ്രി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം ജമ്മു കാശ്മീർ. ഏത് രാജ്യത്തെ പ്രധാന ഭാഷയാണ് ദാരി? അഫ്ഗാനിസ്ഥാൻ. ഏത് രാജ്യത്തെ പ്രധാന ഭാഷയാണ് ദാരി? അഫ്ഗാനിസ്ഥാൻ. ടാക്കോഫോബിയ എന്തിനോടുള്ള ഭയമാണ്? വേഗം. ടാക്കോഫോബിയ എന്തിനോടുള്ള ഭയമാണ്? വേഗം. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷയിൽ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷയിൽ. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. നാഗാലാൻഡിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. ഒറിയ ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽപ്പെടുന്നു? ഇന്തോ ആര്യൻ. ഒറിയ ഭാഷ ഏത് ഭാഷാഗോത്രത്തിൽപ്പെടുന്നു? ഇന്തോ ആര്യൻ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യം പപ്പുവ ന്യൂഗിനിയ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യം പപ്പുവ ന്യൂഗിനിയ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളുടെ എണ്ണം 5. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളുടെ എണ്ണം 5. ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ്. ആയോധന കലകളുടെ മാതാവ് കളരിപ്പയറ്റ്. അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് റെനെ ദെക്കാർത്തെ. അനലിറ്റിക്കൽ ജോമെട്രിയുടെ പിതാവ് റെനെ ദെക്കാർത്തെ. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ. മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണി കൾച്ചർ. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണി കൾച്ചർ. പുരാവസ്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ആർക്കിയോളജി. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആർക്കിയോളജി. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലർ. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലർ. ആധുനിക സോഷ്യോളജിയുടെ പിതാവ് മാക്സ് വെബർ. ആധുനിക സോഷ്യോളജിയുടെ പിതാവ് മാക്സ് വെബർ. 5 ഭാഷകളിൽ വരികളുള്ള ദേശീയഗാനമുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. 5 ഭാഷകളിൽ വരികളുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോളജി. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉറുദു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉറുദു. ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകൾ 6. ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകൾ 6. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓഫ്താൽമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. ആർക്കിയോളജിയുടെ പിതാവ് തോമസ് ജെഫേഴ്സൺ. ആർക്കിയോളജിയുടെ പിതാവ് തോമസ് ജെഫേഴ്സൺ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിൽ? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിൽ? ഹോർത്തൂസ് മലബാറിക്കസ്. മഹാവീരൻ ജൈനമത ധർമ്മോപദേശം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃതം. മഹാവീരൻ ജൈനമത ധർമ്മോപദേശം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പ്രാകൃത ഭാഷ. ഏത് ഭാഷയിലെ പദമാണ് ഹേബിയസ് കോർപ്പസ്? ലാറ്റിൻ ഭാഷ. ഏത് ഭാഷയിലെ പദമാണ് ഹേബിയസ് കോർപ്പസ്? ലാറ്റിൻ. ക്വിസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്
ജിം ഡെയ്ലി, അയർലാൻഡ്. കിസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ജിം ഡെയ്ലി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഫ്രെഡറിക് ടൈലർ. ഏത് ഭാഷയാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്? ഉറുദു. ഏത് ഭാഷയാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്? ഉറുദു. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. ഗുഹകളെക്കുറിച്ചുള്ള പഠനം സ്പീലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി. കർണാടകത്തിലെ സംസ്കൃത ഗ്രാമം മാട്ടൂർ. കർണാടകത്തിലെ സംസ്കൃത ഗ്രാമം മാട്ടൂർ. ഏത് ഭാഷയിലെ മഹാകവിയായിരുന്നു വിർജിൻ? ലാറ്റിൻ. ഏത് ഭാഷയിലെ മഹാകവിയായിരുന്നു വിർജിൻ? ലാറ്റിൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ഇന്ത്യയിൽ ക്ലാസിക് ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ സംസ്കൃതം. ഇന്ത്യയിൽ ക്ലാസിക് ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ സംസ്കൃതം. കിൻഡർ ഗാർട്ടൻ ഏത് ഭാഷയിലെ പദമാണ്? ജർമ്മൻ. കിൻഡർ ഗാർട്ടൻ ഏത് ഭാഷയിലെ പദമാണ്? ജർമ്മൻ. ശിലകളെക്കുറിച്ച് ഉള്ള പഠനമാണ് ലിത്തോളജി. ശിലകളെ സംബന്ധിച്ച പഠനമാണ് ലിത്തോളജി. ഏറ്റവും വലിയ ഭാഷാഗോത്രം ഇന്തോ യൂറോപ്യൻ. ഏറ്റവും വലിയ ഭാഷാഗോത്രം ഇന്തോ യൂറോപ്യൻ. ഭഗവത്ഗീത രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതം. ഭഗവത്ഗീത രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതം. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷകളെക്കുറിച്ചുള്ള പഠനം. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷയെക്കുറിച്ചുള്ള പഠനം. ഭാഷാശാസ്ത്രം ലിംഗ്വിസ്റ്റിക്സ് ഉരുത്തിരിഞ്ഞ രാജ്യം ഇന്ത്യ. ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക്സ് ഉരുത്തിരിഞ്ഞ രാജ്യം ഇന്ത്യ. യൂറോപ്പിൻ്റെ സാംസ്കാരിക ഭാഷ ഫ്രഞ്ച്. യൂറോപ്പിൻ്റെ സാംസ്കാരിക ഭാഷ ഫ്രഞ്ച്. ഇന്തോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം. ഇന്തോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. ന്യൂറോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാഡീവ്യൂഹം. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. ഇംഗ്ലീഷ് ഭാഷയിലെ 5 സ്വരാക്ഷരങ്ങളും പേരിലുള്ള ഒരു സസ്യം കോളിഫ്ലവർ. ഇംഗ്ലീഷ് ഭാഷയിലെ 5 സ്വരാക്ഷരങ്ങളും പേരിലുള്ള ഒരു സസ്യം കോളിഫ്ലവർ. ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ. ഇക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ. ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കുന്നത് സീസ്മോളജി. ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കുന്നത് സീസ്മോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശ്. പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് അലക്സിയ. വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കുള്ള പേര് അലക്സിയ. വിജയനഗര രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക്. വിജയനഗര രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക്. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. പരന്ത്രീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷ ഫ്രഞ്ച്. പരന്ത്രീസു ഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷ ഫ്രഞ്ച്. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി. എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ്? നീതി. എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ്? നീതി. എന്താണ് വീനസ് ട്രോഫിയ? സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയം. എന്താണ് വീനസ് ട്രോഫിയ? സൗന്ദര്യമുള്ള സ്ത്രീകളോടുള്ള ഭയം. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഗണിതശാസ്ത്രം. ശാസ്ത്രജ്ഞങ്ങളുടെ രാജ്ഞി ഗണിതശാസ്ത്രം. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതം. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്തോ ആര്യൻ ഭാഷ സംസ്കൃതം. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് ദിവേഗി ഭാഷ സംസാരിക്കുന്നത്? മാലിദ്വീപ്. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് ദിവേഗി
ഭാഷ സംസാരിക്കുന്നത് മാലദ്വീപ്. വലത്തുനിന്നും ഇടത്തോട്ട് എഴുതിയിരുന്ന പ്രാചീന ഭാരതത്തിലെ ലിപി ഖരോഷ്ടി. വലത്തുനിന്നും ഇടത്തോട്ട് എഴുതിയിരുന്ന പ്രാചീന ഭാരതത്തിലെ ലിപി ഖരോഷ്ടി ലിപി. അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ. അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. കാത്തലിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് നിഷ്പന്നമായത്? ഗ്രീക്ക്. കാത്തലിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. കാഴ്ച ഇല്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ ബ്രെയിൽ. കാഴ്ച ഇല്ലാത്തവർ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ ലിപി ബ്രെയിൽ. ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത്. ഏറ്റവും പ്രാചീനമായ മലയാള ലിപി വട്ടെഴുത്ത്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷ കംബോഡിയൻ. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങളുള്ള ഭാഷ കംബോഡിയൻ. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ജെറിയാട്രിക്സ്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ജെറിയാട്രിക്സ്. ഓർത്തോഗ്രാഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉച്ചാരണം. ഓർത്തോഗ്രാഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉച്ചാരണം. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള വിദേശ ഭാഷ ഇംഗ്ലീഷ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശ ഭാഷ ഇംഗ്ലീഷ്. ഏത് ഭാഷ എഴുതുന്നവർക്കാണ് സാഹിത്യ നോബൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ച്. ഏത് ഭാഷയിൽ എഴുതുന്നവർക്കാണ് സാഹിത്യ നോബൽ ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? ഫ്രഞ്ച്. കാനഡയുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. കാനഡയുടെ മാതൃഭാഷ ഇംഗ്ലീഷ്. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. ഗാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയ. ഗാസി ഭാഷ ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? മേഘാലയ. ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായ ഏകരാജ്യം വത്തിക്കാൻ. ലാറ്റിൻ ഔദ്യോഗിക ഭാഷയായ ഏകരാജ്യം വത്തിക്കാൻ. ഗമർ ഭാഷ ഉപയോഗത്തിലുള്ളത് ഏത് രാജ്യത്താണ്? കംബോഡിയ. ഗമർ ഭാഷ ഉപയോഗത്തിലുള്ളത് ഏത് രാജ്യത്താണ്? കംബോഡിയ. ഷാനാമ ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? പേർഷ്യൻ. ഷാനാമ ഏത് ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്? പേർഷ്യൻ ഭാഷയിൽ. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഇംഗ്ലീഷ്. ഏറ്റവും വലിയ പദസമ്പത്തുള്ള ഭാഷ ഇംഗ്ലീഷ്. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളം. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ അറബി മലയാളം. പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിൽ. ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഏറ്റവും കൂടുതൽ പേർ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഈ നാട് ഏത് ഭാഷയിലെ പത്രമാണ്? തെലുങ്ക്. ഈ നാട് ഏത് ഭാഷയിലെ പത്രമാണ്? തെലുങ്ക്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നാണയം. ബ്രയൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? 6. ബ്രയൽ ലിപിയിൽ എത്ര കുത്തുകൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത്? 6. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള നോവൽ ചെമ്മീൻ. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദു. ഏറ്റവും കുറച്ച് വാക്കുകൾ ആരംഭിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എക്സ്. ഏറ്റവും കുറച്ച് വാക്കുകൾ ആരംഭിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം എക്സ്. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. ഏത് ഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും ചേർത്താണ് ചെറു സൗരയൂഥം എന്ന് വിളിക്കുന്നത്? വ്യാഴം. ഏത് ഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും ചേർത്താണ് ചെറു സൗരയൂഥം എന്ന് വിളിക്കുന്നത്? വ്യാഴം. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്നത്? വ്യാഴം. ഏത് സമുദ്രത്തിലാണ് സഗലിൻ ദ്വീപ്? പസഫിക് സമുദ്രം.
ഏത് സമുദ്രത്തിലാണ് സകലിൻ ദ്വീപ്? പസഫിക് സമുദ്രം. ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി മുറേ ഡാർലിംഗ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി മുറേ ഡാർലിംഗ്. തുർക്കിയുടെ ഭാഗമായ ത്രേസ് ഏത് ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പ്. തുർക്കിയുടെ ഭാഗമായ ത്രേസ് ഏത് ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണകാറ്റ് ഫൊൻ. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ശ്രീലങ്ക. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. ഉറക്കത്തിൻ്റെ ചതുപ്പ് എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ. ഉറക്കത്തിൻ്റെ ചതുപ്പ് എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ. മാർഷ് ഓഫ് സ്ലീപ്പ് എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ. മാർഷ് ഓഫ് സ്ലീപ്പ് എന്നറിയപ്പെടുന്നത് ചന്ദ്രൻ. ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കരോണി. ഏഞ്ചൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കരോണി. ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടൊർണാഡോ. ഏറ്റവും പ്രക്ഷുബ്ധ അന്തരീക്ഷ പ്രതിഭാസം ടൊർണാഡോ. ലോകത്തെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ. ലോകത്തെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ. ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏത് വൻകരയിൽ? തെക്കേ അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏത് വൻകരയിൽ? തെക്കേ അമേരിക്ക. വോൾഗ നദി ഒഴുകുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. വോൾഗ നദി ഒഴുകുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോഹെൽസ്. തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോഹെൽസ്. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖ. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖ. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം ഹിമാലയം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ്? ഇറാഖ്. ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ്? ഇറാഖ്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ട്രഞ്ച്. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ട്രഞ്ച്. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത്. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത്. ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? ലിബിയ. ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? ലിബിയ. ഏത് വൻകരയിലാണ് കൊളറാഡോ? വടക്കേ അമേരിക്ക. ഏത് വൻകരയിലാണ് കൊളറാഡോ? വടക്കേ അമേരിക്ക. ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ? ഇന്ത്യൻ മഹാസമുദ്രം. ഏത് സമുദ്രത്തിലാണ് മഡഗാസ്കർ? ഇന്ത്യൻ മഹാസമുദ്രം. ഏത് സമുദ്രത്തിലാണ് ഗിനിയ പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമൂഹത്തിലാണ് ഗിനിയ പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. വാൽഡസ് പെനിൻസുല ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ്? തെക്കേ അമേരിക്ക. വാൽഡസ് പെനിൻസുല ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ്? തെക്കേ അമേരിക്ക. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര യൂറോപ്പ്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര യൂറോപ്പ്. ഡോവർ കടലിടുക്ക് ഇംഗ്ലണ്ടിനെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? ഫ്രാൻസ്. ഡോവർ കടലിടുക്ക് ഇംഗ്ലണ്ടിനെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു? ഫ്രാൻസ്. തേനീച്ചകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. തേനീച്ചകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബന്ധ രാജ്യം ലാവോസ്. ദക്ഷിണ പൂർവേഷ്യയിലെ ഏക കരബന്ധ രാജ്യം ലാവോസ്. ഏത് പർവ്വതനിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത്? ആൻഡീസ്. ഏത് പർവ്വതനിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത്? ആൻഡീസ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗം ബയോസ്ഫിയർ. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗം ബയോസ്ഫിയർ. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ. ഏറ്റവും ലവണാംശം കൂടിയ കടൽ ചാവുകടൽ. ഏറ്റവും ലവണാംശം കൂടിയ കടൽ ചാവുകടൽ. ഏറ്റവും വലിയ നാഷണൽ പാർക്ക്
വുഡ് ബുഫലോ നാഷണൽ പാർക്ക്. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് വുഡ് ബുഫലോ നാഷണൽ പാർക്ക്. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലെടുക്ക് തായ്വാൻ കടലെടുക്ക്. ചൈനയെയും തായ്വാനെയും വേർതിരിക്കുന്ന കടലെടുക്ക് തായ്വാൻ കടലെടുക്ക്. മോസ്കോ കടൽ എവിടെയാണ്? ചന്ദ്രൻ. മോസ്കോ കടൽ എവിടെയാണ്? ചന്ദ്രൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ആമസോൺ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ആമസോൺ. ലോകത്തെ ഏറ്റവും ആഴമേറിയ തടാകം ബെയ്ക്കൽ. ലോകത്തെ ഏറ്റവും ആഴമേറിയ തടാകം ബെയ്ക്കൽ. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 70% ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ 70% ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ. യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ആഫ്രിക്ക. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഉയരം ഏറ്റവും കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഉയരം ഏറ്റവും കൂടിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഭൂമധ്യരേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂർ. ഭൂമധ്യരേഖയിൽ പകലിൻ്റെ ദൈർഘ്യം 12 മണിക്കൂർ. ഭൂമധ്യരേഖയും 0 ഡിഗ്രി രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അക്ര. ഭൂമധ്യരേഖയും 0 ഡിഗ്രി രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അക്ര. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. ഏത് വൻകരയിലാണ് റോക്കി പർവ്വതനിര? അമേരിക്ക. ഏത് വൻകരയിലാണ് റോക്കി പർവ്വതനിര? അമേരിക്ക. ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ? സെയിൻ. ഏത് നദിയുടെ തീരത്താണ് ഈഫൽ ടവർ? സെയിൻ. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് വേഗനർ. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ്. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം? 28 ദിവസം. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം? 28. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? 28 മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്? 28 കിലോമീറ്റർ വേഗത്തിൽ. വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത്? ഓസ്ട്രേലിയ. വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത്? ഓസ്ട്രേലിയ. കാലാലിത്ത് നൂനാത്ത് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഗ്രീൻലാൻഡ്. കാലാലിത്ത് നൂനാത്ത് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഗ്രീൻലാൻഡ്. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി. കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റിയോറോളജി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപസമൂഹം ഫിലിപ്പീൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപസമൂഹം ഫിലിപ്പീൻസ്. ഏത് സമുദ്രത്തിലാണ് മൗ കിയ പർവ്വതം? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് മൗന കിയ പർവ്വതം? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത്? മെഡിറ്ററേനിയൻ കടൽ. ഏത് സമുദ്രത്തിലാണ് നൈൽ പതിക്കുന്നത്? മെഡിറ്ററേനിയൻ കടൽ. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്ലൂർട്ടോ റിക്കോ ട്രഞ്ച്? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്ലൂർട്ടോ റിക്കോ ട്രഞ്ച്? അറ്റ്ലാന്റിക് സമുദ്രം. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബ്. ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബ്. ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഏറ്റവും തിരക്കേറിയ സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ന്യൂ ഗിനിയ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ന്യൂ ഗിനിയ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ. ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? ഹഡ്സൺ. പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രം.
പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു? അറ്റ്ലാന്റിക് സമുദ്രം. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വൻകാഗ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വൻകാഗ. ഫുഗേദ് എന്ന സുഖവാസ കേന്ദ്രം ഏത് രാജ്യത്താണ്? തായ്ലാൻഡ്. ഫുഗേദ് എന്ന സുഖവാസ കേന്ദ്രം ഏത് രാജ്യത്താണ്? തായ്ലാൻഡ്. ബാഷ്പക്കടൽ എന്നറിയപ്പെടുന്നത്, ബാഷ്പക്കടൽ എവിടെയാണ്? ചന്ദ്രൻ. ബാഷ്പക്കടൽ എവിടെയാണ്? ചന്ദ്രൻ. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രീസ്. ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ്? ടൈഗ്രീസ്. ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് അങ്കോള പ്രവാഹം? അറ്റ്ലാന്റിക് സമുദ്രം. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? ഇന്ത്യയും പാകിസ്ഥാനും. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? ഇന്ത്യയും പാകിസ്ഥാനും. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ? വ്യാഴം. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? യുറാനസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ടൈറ്റാനിയ? യുറാനസ്. ഏത് വൻകരയെയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്? യൂറോപ്പ്. ഏത് വൻകരയെയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നത്? യൂറോപ്പ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ. വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ചിനൂക്ക്. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത് പനാമ കനാൽ. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും തമ്മിൽ വേർതിരിക്കുന്നത് പനാമ കനാൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട്. ലോകത്തെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ലോകത്തെ ആകെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഏത് വൻകരയാണ് റൊവാൾഡ് അമുണ്ട്സെൻ കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. ഏത് വൻകരയെയാണ് റൊവാൾഡ് അമുണ്ട്സെൻ കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. ഏത് സമുദ്രത്തിലാണ് അസെൻഷൻ ദ്വീപ്? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് അസെൻഷൻ ദ്വീപ്? അറ്റ്ലാന്റിക് സമുദ്രം. ബാണ്ടു ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ബാണ്ടു ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ഏത് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രത്തിലാണ് ഗൾഫ് സ്ട്രീം? അറ്റ്ലാന്റിക് സമുദ്രം. കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്ക. കാനഡ ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്ക. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലെടുക്ക് ഡേവിസ് കടലെടുക്ക്. കാനഡ ഗ്രീൻലാൻഡ് പ്രദേശങ്ങൾക്കിടയിലുള്ള കടലെടുക്ക് ഡേവിസ് കടലെടുക്ക്. ശാന്തമായത് എന്ന് പേനർത്ഥമുള്ള സമുദ്രം പസഫിക് സമുദ്രം. ശാന്തമായത് എന്ന് പേനർത്ഥമുള്ള സമുദ്രം പസഫിക് സമുദ്രം. ടോക്കിയോ ഏത് സമുദ്രതീരത്താണ്? പസഫിക് സമുദ്രം. ടോക്കിയോ ഏത് സമുദ്രതീരത്താണ്? പസഫിക് സമുദ്രം.